അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പോർക്ക് കറി വെച്ചാലോ? ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബീഫും കറി വെക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നു. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഈ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് കളർ മാറിക്കഴിയുമ്പോഴേക്കും പോർക്കിലേക്ക് പൊടിയെല്ലാം കൂടെ ഇടുന്നു. ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റി വെക്കുന്നു. പിന്നീട് നമ്മൾ കുക്കറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒരു 3-4 വിസിൽ. പിന്നെ ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പിടി കുഞ്ഞുള്ളി ഇടുന്നു. ബാക്കി നമ്മൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ബാക്കി ഒരു 3 വലിയ സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു 3 കപ്പ് കുഞ്ഞുള്ളി തന്നെ ചേർക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് വഴറ്റി അതൊന്ന് വഴന്ന് എല്ലാം മണമൊക്കെ പോയി നല്ലൊരു മൂത്ത മണം വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലേക്കിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിക്കുന്നു. പിന്നീട് തുറന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. പിന്നീട് ഒരു ചട്ടിയിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഞാൻ നല്ല രീതിയിൽ കുഞ്ഞുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലോട്ടിട്ട് വഴറ്റി നമ്മൾ സാധാരണ പോലെ തന്നെ ഇതിൻ്റെ മണ്ടക്കോട്ട് ഇടുന്നു. ആഹാ, അടിപൊളി പോർക്ക് റെഡി. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.